നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. സൗദിയിൽ ഭൂചലനം. സൗദി അറേബ്യയിലെ ദമാമിന് സമീപം ജുബൈലിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജുബൈലിൽ നിന്ന് 41 കിലോമീറ്റർ മാറി വടക്ക് കിഴക്കായി സമുദ്രത്തിലാണ് സംഭവിച്ചത്. ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ആശാ വർക്കർമാരുടെ 3ാം വട്ട ചർച്ചയും പരാജയം. ആരോഗ്യമന്ത്രിയുമായുള്ള 3ാം വട്ട ചർച്ചയും പരാജയമായതിനെ തുടർന്ന് സമരം കടുപ്പിക്കാൻ ആശാ വർക്കർമാർ. ട്രേഡ് യൂണിയനുമായുള്ള സംയുക്ത ചർച്ചയ്ക്ക് ഇനിയില്ലെന്നാണ് ആശാ വർക്കർമാരുടെ നിലപാട്. ഇന്നലത്തെ ചർച്ചയിൽ മന്ത്രി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മറ്റ് യൂണിയനുകൾ അംഗീകരിച്ചിരുന്നു. മലപ്പുറത്ത് NIA റെയ്ഡ്. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA പരിശോധന. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു പരിശോധന. മഞ്ചേരിയിൽ SDPI പ്രവർത്തകരായ ഷിഹാബ്, സെയ്ദലവി, ഖാലിദ്, ഇർഷാദ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മഞ്ചേരിയിൽ 5 ഇടങ്ങളിലായാണ് റെയ്ഡ് നടന്നത്. രാജ്യസഭയിലും വഖഫ് ബിൽ പാസാക്കി കേന്ദ്രം. ലോക്സഭയിൽ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസാക്കിയെടുത്ത് കേന്ദ്ര സർക്കാർ. ഇന്ന് പുലർച്ചെ 2:33 രാജ്യസഭയിൽ ബില്ല് പാസാക്കിയെടുത്തത്. ബില്ലിനെ ഭരണപക്ഷത്തുള്ള 128 MPമാർ പിന്തുണച്ചപ്പോൾ 95 പേർ എതിർത്തു. നിർദ്ദിഷ്ട നിയമനിർമ്മാണം രാഷ്ട്രപതി ഒപ്പിടുന്നതിലൂടെ നിലവിൽ വരും. ഇതോടെ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഇല്ലാതാകും. MM മണിക്ക് ഹൃദയാഘാതം. ഹൃദയാഘാതത്തെ തുടർന്ന് മധുരയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച CPIM മുതിർന്ന നേതാവ് MM മണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. 2 ദിവസം കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുമെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം. ഇന്നലെയാണ് അദ്ദേഹത്തെ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടനില തരണം ചെയ്തു. ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. ദേശസ്നേഹം പശ്ചാത്തലമാക്കി വന്ന പുരബ് ഓർ പശ്ചിം, ക്രാന്തി എന്നീ സിനിമകളുടെ പ്രശസ്തനായ ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ കോകിലാബൻ ധീരുഭായ് അംബാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 60ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 7ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2015 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവുമായിരുന്നു. കിണർ വൃത്തിയാക്കുന്നതിനിടെ ദാരുണാന്ത്യം. 150 വർഷം പഴക്കമുള്ള കിണർ വൃത്തിയാക്കുന്നതിന് ഇറങ്ങിയ 8 പേർക്ക് വിഷവാതകം ശ്വസിച്ച് ദാരുണാന്ത്യം. മധ്യപ്രദേശിലെ കൊണ്ടാവത്ത് ഗ്രാമത്തിലാണ് നാടിനെ നടക്കിയ ദുരന്തമുണ്ടായത്. വ്യാഴാഴ്ച ഗംഗോർ ഉത്സവത്തിനോടനുബന്ധിച്ച് വിഗ്രഹ നിമജ്ജനത്തിന് വേണ്ടി കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ സംഭവം. ചെളിയടിഞ്ഞ് ചതുപ്പായ കിണറിൽ ആദ്യം ഇറങ്ങിയ 5 പേരും ചതുപ്പിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ ഇറങ്ങിയ 3 പേരുമാണ് ആഴമുള്ള കിണറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന വിഷവാതകം ശ്വസിച്ച് മരണമടഞ്ഞത്. ട്രംപിന്റെ തീരുവ നയം. ഓഹരി വിപണിയിൽ വൻ ഇടിവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ആഗോള തീരുവ നയങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓഹരി വിപണിയിലെ സ്ഥിതി താൽക്കാലികമായിരിക്കാം. എന്നാൽ പ്രസിഡന്റിന്റെ നിലപാട് തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാലും അമേരിക്കയുടെ ഭാവി സുരക്ഷിതമാക്കാൻ താൻ കൈക്കൊണ്ട നടപടികളാണ് ഇത് എന്നാണ്. ഈ തീരുവ നടപടിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് കാണാനിടയായത്. 2020 ശേഷമുണ്ടായ വലിയ ഇടിവാണിത്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കുട്ടികളടക്കം 112 പേർ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 112 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ പലസ്തീനികൾ അഭയം പ്രാപിച്ച സ്കൂളുകളിൽ നടത്തിയ 3 വ്യത്യസ്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 33 പേരാണ് കൊല്ലപ്പെട്ടത്. 70ഓളം പേർക്ക് പരിക്കേറ്റു. IPL അപ്ഡേറ്റ്സ്. IPL 2025 ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് 80 റൺസിന്റെ വമ്പൻ ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള ഈ ജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ അവസാനത്തെ സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് കൃഷ്ണഗീത, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.